പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത മേഖലകളിൽ ഇന്ന് വിദഗ്ധ സംഘം സന്ദർശനം നടത്തും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച 5-അംഗ സംഘമാണ് വിവിധ മേഖലകൾ സന്ദർശിക്കുക. ടൗൺഷിപ്പിനുതകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് സംഘം വിലയിരുത്തും. അതേസമയം ചാലിയാറിൽ ഇന്നും ജനകീയ തെരച്ചിൽ നടത്തും. 5 ഇടങ്ങളിലാണ് വിശദമായ തെരച്ചിൽ നടത്തുക. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘം തെരച്ചിൽ നടത്തുക. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, തണ്ടർബോൾട്ട്, വനം വകുപ്പ് എന്നീ സേനകളടങ്ങുന്ന 60 അംഗമായിരിക്കും ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി ബെയിലി പാലത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ ചേരും. ഒപ്പം ഇക്ബാൽ അറക്കൽ ചാലിയാറിലെ തീരത്തു നിന്നും ചാലിയാറിലെ തിരച്ചിലിന്റെ വിവരങ്ങളും പ്രേക്ഷകർക്ക് നൽകും. ആദ്യം ഞാൻ അല്ലമീനിലേക്ക് പോകുന്നു. അല്ലമീൻ ഇപ്പോൾ നിൽക്കുന്നത് ബെയിലി പാലത്തിലാണ്. അല്ലമീൻ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുവന്നിരുന്ന കാഴ്ചകളൊക്കെ ഇപ്പോൾ മെലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലേ? വലിയ സന്നദ്ധ പ്രവർത്തകരൊന്നും ആ ഭാഗത്തേക്ക് എത്തുന്നില്ല. തെരച്ചിൽ തന്നെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. നേർത്തുവരുന്ന പ്രതീക്ഷകൾ മാത്രമാണ് അവിടെ മനുഷ്യർക്കുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഈ പഠനസംഘം അവിടെ എത്തുന്നു. പഠനസംഘം എത്തി പ്രധാനമായിട്ടും ഈ ഭൗമഘടനയെക്കുറിച്ച് പഠിക്കും. പുനരധിവാസത്തിനുള്ള മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടാണോ ഇന്നിപ്പോൾ ഈ 5-അംഗ സംഘം കൂടുതൽ പഠനങ്ങൾ നടത്തുക? ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് അവർ വരില്ലേ ഇന്ന്? അരുൺ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരിശോധനകളൊക്കെ ദുർബലമായിരിക്കുകയാണ്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പിന് സമാനമായി ദുരന്തഭൂമി മാറുകയും ചെയ്തിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ഒരു സാന്നിധ്യം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ആളുകൾ മാത്രമാണ് ഇവിടെ പരിശോധനകൾക്കായി തിരച്ചിലിനായി വരുന്നത്. അതും ഒരുപക്ഷെ 2-3 ദിവസം കൊണ്ട് അതും അവസാനിക്കും. സന്നദ്ധ പ്രവർത്തകർ തീരെയില്ലെന്ന് പറയുന്നില്ല. വിരലിലെണ്ണാവുന്ന ആളുകളുടെ ഒരു പ്രാതിനിധ്യം മാത്രമാണ്, പങ്കാളിത്തം മാത്രമാണ് ഇന്നുള്ളത്. ഇന്നലെയും സമാനമായിരുന്നു സാഹചര്യം. മറ്റൊന്ന് ഇനി നടക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയാണ്. 8:30 അവർ ഈ ബെയിലി പാലത്തിന് സമീപമെത്തും. ഈ പ്രദേശങ്ങൾ പരിശോധിക്കും. അതിനുശേഷം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമറ്റത്തെയും വെള്ളാർമലയിലും ഒക്കെ ദുരന്തബാധിത മേഖലകൾ, പ്രദേശങ്ങൾ അവർ സന്ദർശിക്കുകയും ചെയ്യും. 10 ദിവസമാണ് അരുൺ അവർക്ക് മുന്നിലുള്ളത്. അവർ പ്രധാനമായും പരിശോധിക്കുന്നത്, അവർ പഠിക്കുന്നത്, അവർ വിലയിരുത്തുന്നത് എന്തുകൊണ്ട് ഈ ദുരന്തമുണ്ടായി, അതിന്റെ കാരണമെന്ത്, എത്രത്തോളം ആഘാതം അത് ഈ മേഖലകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ദുരന്തബാധിത മേഖലകളിൽ ഇനിയൊരു പുനരധിവാസം സാധ്യമാണോ? സാധാരണ അത്തരത്തിൽ അങ്ങനെ പുനരധിവസിപ്പിക്കാറില്ല. ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കലാണ് പതിവ്. പുത്തുമലയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഭൂമിയിൽ അങ്ങനെ ഒരു അവരെ ഇവിടെ തന്നെ പുനരധിവസിപ്പിക്കാനില്ല. പക്ഷേ എന്നാൽ പോലും അതിന്റെ സാധ്യത, ഇനിയൊരു ദുരന്ത സാധ്യത, അതൊക്കെ അവർ പരിശോധിക്കും. ഇത് മാത്രമല്ല, പല കെട്ടിടങ്ങളും നമുക്ക് അറിയാം തകർന്ന് നാമാവശേഷമായിട്ടുണ്ട്. പക്ഷേ ഈ പരിസരങ്ങളിലെ നിരവധി കെട്ടിടങ്ങൾക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ഒരു വീടുകൾക്ക് പലതും കേടുപാട് പറ്റാത്ത വീടുകളുണ്ട്. അത്തരം വീട് നമുക്കിപ്പോൾ കാണാം. വെള്ളാർമല സ്കൂളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന്റെ പിൻഭാഗത്തൊക്കെ നമുക്കൊരു വീട് കാണാം. അത്തരത്തിൽ നിരവധി വീടുകൾ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വീടുകളിലൊക്കെ, പക്ഷെ അതിന്റെ മുന്നിൽ കൂടെയൊക്കെ ദുരന്തം കടന്നുപോയ സ്ഥലമാണ്. ആ വീടുകളിൽ ഇനി ആളുകളെ പാർപ്പിക്കുന്നത് ഉചിതമാണോ, സുരക്ഷിതമാണോ, അവിടെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്ന സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ദുരന്തം ഉണ്ടായ പ്രദേശം, ദുരന്തബാധിത മേഖലയുടെ നിശ്ചിത ചുറ്റളവിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞിരുന്നു, ഒരു 2 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകളോടൊക്കെ ചിലപ്പോൾ മാറേണ്ടി വന്നേക്കും എന്ന് അധികൃതർ സൂചിപ്പിച്ചു എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഈ ദുരന്തബാധിത മേഖലയുടെ നിശ്ചിത ചുറ്റളവിൽ ഇനി അങ്ങോട്ട് താമസിക്കുന്നത് സുരക്ഷിതമാണോ, ഇനി ഭാവിയിൽ ഒരു ഭീഷണിയുണ്ടോ, അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ സംഘം പരിശോധിക്കും, വിലയിരുത്തും. അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് നിലവിലെ ദുരന്തബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനും അവർക്ക് പുനരധിവാസം ഒരുക്കാനും അവർക്ക് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കാനും ഒക്കെ സർക്കാർ ഭൂമി കണ്ടിരിക്കുന്നത്. ആ ഭൂമിയിൽ, അങ്ങനെ കണ്ടുവച്ചിരിക്കുന്ന ഭൂമിയിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്ത സാധ്യതയോ ഭീഷണിയോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ 5-അംഗ സംഘം പരിശോധിക്കും. 6-അംഗ സംഘത്തെയാണ് രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് 5-അംഗ സംഘമാണ് ഇവിടെ എത്തുന്നത്. 8:00 അവർ ഇവിടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പഠനം നടത്തിയതിനു ശേഷമായിരിക്കും അവർ റിപ്പോർട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഡ്വൈസറി കമ്മിറ്റിക്ക് സമർപ്പിക്കും. അഡ്വൈസറി കമ്മിറ്റി ഈ സംഘത്തിന്റെ റിപ്പോർട്ട് വിലയിരുത്തിയതിനു ശേഷം അവരുടെ ശുപാർശകളും നിർദ്ദേശങ്ങളും അടങ്ങിയ സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതുകൂടി മുഖവിലേക്കെടുത്ത് പരിഗണിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോവുക. അഡ്വൈസറി കമ്മിറ്റിയൊക്കെ വരുമ്പോൾ സമയം ഇങ്ങനെ കടന്നു പോകുമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്നുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കയാവുന്നുണ്ടോ? ഈ നീണ്ടുപോക്ക്, ഈ പഠനം വേഗത്തിൽ തീർക്കാനാണോ ശ്രമിക്കുക, അതോ അത് 1-2 ആഴ്ച എടുക്കുമോ? ക്യാമ്പിൽ ഓരോ ദിവസവും കഴിയുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇന്നലെ അവർ പറഞ്ഞു.
അരുൺ, കൃത്യമായ സമയം അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നിലവിൽ വരുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമിതിക്ക് 10 ദിവസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ അവർ പ്രവർത്തനം തുടങ്ങണമായിരുന്നു. ഈ മാസം 22 അവർക്ക് നൽകിയിരിക്കുന്ന അവസാന സമയം. 22 അതിനു മുൻപോ അവരുടെ റിപ്പോർട്ട്, ഈ സംഘത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അഡ്വൈസറി കമ്മിറ്റിക്ക് സമർപ്പിക്കണം. അഡ്വൈസറി കമ്മിറ്റി ഈ മാസം 25 അതിനു മുൻപോ, 25 കഴിയാൻ പാടില്ല, അതിനു മുൻപോ യോഗം ചേർന്ന് ഈ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് അവരുടെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് ഈ മാസം 25 തീയതിക്ക് മുൻപായി തന്നെ അതായത് ഇനി ഒരു 10 ദിവസം, ആ സമയം കൊണ്ട് തന്നെ സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കും. സർക്കാർ അതിനനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. സർക്കാർ ഏതായാലും ഈ തീരുമാനം വൈകിക്കൊണ്ടു പോകാൻ സാധ്യതയില്ല. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞത് ഈ മാസം തന്നെ അവർക്ക് താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമെന്നുള്ളതാണ്. താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുക, വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റുക, അതിനുശേഷം അവർക്ക് ശാശ്വതമായ പുനരധിവാസത്തിലേക്ക് പോവുക. സ്വാഭാവികമായി അത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ എന്നാൽ പോലും ഈ പഠനവും സമിതിയും കമ്മിറ്റിയും ഒക്കെ സാധാരണഗതിയിൽ അത് അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണമാകും. പക്ഷെ നിലവിൽ അതിന് കൃത്യമായ സമയം നിശ്ചയിച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ അവർ റിപ്പോർട്ട് അഡ്വൈസറി കമ്മിറ്റിക്ക് സമർപ്പിക്കും. 22 മുമ്പ് 25 തീയതി അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നെ സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. അല്ലമീൻ, മറുഭാഗത്ത് ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിക്കൂ. ഇപ്പോൾ അന്ന് വലിയ തിരക്കുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്നിരുന്ന സ്ഥലമാണല്ലോ. മാത്രമല്ല ആ പുന്നപ്പുഴ ഇപ്പോൾ ഒഴുകുന്നതും കൂടി ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിക്കൂ. ഇന്ന് വീണ്ടും പുന്നപ്പുഴ നേർത്തോ അതോ ഇന്നലെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ മേഖലയിൽ? നമുക്ക് ആ ബെയിലി പാലത്തിൽ നിന്നാൽ പുന്നപ്പുഴയുടെ ഒഴുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കത് കാണിക്കുകയും ചെയ്യാം. അതിനപ്പുറത്തേക്കുള്ള പ്രകൃതി ഭംഗി കൂടി നമുക്ക് കാണിക്കാം. ഇന്നലെ വൈകുന്നേരവും ഇന്നലെ രാത്രിയൊക്കെ ആയിരുന്നു മഴ പെയ്തിരുന്നു. പക്ഷേ അതിശക്തമായിട്ടുള്ള മഴ ഈ ദുരന്തബാധിത മേഖലയിൽ ഇല്ലായിരുന്നു. നമ്മൾ രാവിലെ സാധാരണ ഇവിടേക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നാലും സന്നദ്ധ സേവകരായിരുന്നാലും സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നാലും രാവിലെ ചൂരൽമലയിലെത്തി ഈ ബെയിലി പാലത്തിൽ കയറിയാൽ അവർ ആദ്യം നോക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉരുളുകൾ ഉരുണ്ടു വരുന്നുണ്ടോ, കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല. അത് ഈ പുന്നപ്പുഴയുടെ ഒഴുക്കാണ് അവർ നോക്കുന്നത്. പുന്നപ്പുഴ കലങ്ങി മറിഞ്ഞാണോ ഒഴുകുന്നത്, അതല്ല വളരെ എന്താ പറയുക, അങ്ങനെ ചെളിയും മണ്ണൊന്നും നിറയാതെ വളരെ നേർത്താണോ വരുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം അവർ നോക്കുന്നത്. അങ്ങനെ ചെളിയൊക്കെ നിറഞ്ഞ് ചെളിക്കൂണ്ടായി അത് എന്താ പറയുക കലങ്ങി മറിഞ്ഞൊഴുകുകയാണെങ്കിൽ നെഞ്ചിലൊരു ആശങ്കയുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ കലങ്ങി മറിഞ്ഞൊന്നും അല്ല പുന്നപ്പുഴ ഒഴുകുന്നത് എന്ന് മാത്രമല്ല വളരെ ശാന്തമായിട്ടാണ് പുന്നപ്പുഴ ഒഴുകി വരുന്നത്. ആ ദൃശ്യം കണ്ടാൽ ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന് ആശ്വാസത്തോടെ നിൽക്കാം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസം ഇവിടെ വരുന്ന സന്നദ്ധ പ്രവർത്തകരാകട്ടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാകട്ടെ പുന്നപ്പുഴയുടെ സ്വഭാവവും അതിന്റെ ഒഴുക്കിന്റെ സ്വഭാവവും അതിന്റെ നിറവ്യത്യാസവും ഒക്കെ നോക്കിയിട്ടായിരുന്നു അവരുടെ ആശങ്കയുടെ ചുരം അവർ കയറണോ ഇറങ്ങണോ എന്നൊക്കെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴും പുന്നപ്പുഴ ശാന്തമായി തന്നെയാണ് ഒഴുകുന്നത്, കലങ്ങി മറിഞ്ഞിട്ടൊന്നുമില്ല, അതിന്റെ നിറവ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയില്ല. പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നല്ല മഴ പല ഭാഗങ്ങളിലും പെയ്തിരുന്നു. ആ മഴ പക്ഷേ രാത്രി അങ്ങനെ നിന്ന് ശക്തമായി പെയ്യാത്തതുകൊണ്ട് തന്നെ ദുരന്ത മേഖലയിൽ വലിയ ആശങ്കയൊന്നുമില്ല. നമുക്ക് ആ മുകൾ കൂടി കാണിക്കാം. ആ പൊട്ടുപോലെ ഉരുളിറങ്ങി വന്ന പ്രദേശം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. പക്ഷേ ഇപ്പോൾ അത് കോട മൂടി മറഞ്ഞിരിക്കുകയാണ്. ആ ഉരുൾപൊട്ടലുണ്ടായ അതിന്റെ പ്രഭവസ്ഥാനം സാധാരണ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ കാണാമായിരുന്നു. ഇപ്പോൾ അത് കോട മൂടി മറഞ്ഞിരിക്കുകയാണ്. നല്ല കോടയുണ്ട്, നല്ല പച്ചപ്പുണ്ട്. ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു പ്രദേശമാണ് മറ്റൊരു വിധത്തിലേക്ക് കോലമറിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ഘടകവും അതാണ്. ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പ്രദേശം സ്വർഗ്ഗഭൂമി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കാലാവസ്ഥ അനുകൂലമാണ്. പുന്നപ്പുഴ വളരെ സാവധാനം അതിൻ്റെ ഒഴുക്കവും താളവും വീണ്ടെടുത്തു. ഇനി അറിയേണ്ടത് ഈ പുന്നപ്പുഴയുടെ തീരത്തും ചൂരൽമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യരവരുടെ ജീവന്റെ താളം, ജീവിതത്തിൻ്റെ താളവും ജീവിതത്തിൻ്റെ വേഗവും വീണ്ടെടുക്കുമോ എന്നതാണ്. അല്ലമീനാണ് ബെയിലി പാലത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്ലമീൻ അവിടെ തുടരും.